രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പിൽ കാണുന്ന ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് മാവിൽ ഇതിന്റെ പ്രാധാന്യം. ഗ്ലൂട്ടൻ ചിലർക്ക് അലർജി ഉണ്ടാക്കാം. അതാണ് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പാക്കറ്റിൽ എഴുതി കാണുന്നതിന്റെ കാരണം. ഗ്ലൂട്ടൻ അലർജി ഉള്ളവരാണെങ്കിൽ ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത്തരം ധാന്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഘടകം കൂടിയാണ്. അതും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ ഘടകം റൈ, ബാർലി എന്നിവയിലും ചെറുതായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന ഒരു എൻസൈമിന് പൂർണ്ണമായിട്ടും ഗ്ലൂട്ടനെ വിഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് അലർജി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് വയർ സ്തംഭനം, തലവേദന, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അലർജി ഉള്ളവർ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കഴിക്കുന്നത് നല്ലതാണ്. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റാഗി അതിൽ വരും, ജോവർ വരും, തിന, ചാമ ഇതെല്ലാം അതിൽ വരും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് നിലവിലുണ്ട്. അലർജി തോന്നുകയാണെങ്കിൽ വിദഗ്ധോപദേശം തേടുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മുത്താറി അഥവാ റാഗിയാണ്. ധാരാളം ഫാറ്റും അതുപോലെ തന്നെ കാൽഷ്യവും അയണും അടങ്ങിയിട്ടുള്ളതാണ് ഈ റാഗി എന്ന് പറയുന്നത്. അത് ഒരു മസിൽ റിലാക്സൻ്റ് ആയിട്ടും കണക്കാക്കാറുണ്ട്. അതുപോലെ നല്ല ഉറക്കവും ഡിപ്രഷന് എതിരായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു മില്ലറ്റായിട്ടാണ് റാഗിയെ കാണുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് വരാം. 2 കപ്പ് റാഗി പൗഡർ. റാഗി പൗഡർ എന്ന് പറയുമ്പം അത് വാങ്ങാൻ കിട്ടും. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു 2 നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ്. മറ്റ് പൂവമ്പഴം പോലെയുള്ളവയും വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ഓയിലും ചേർക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് തീരെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഫ്ലഫിനെസ് ഇത്തിരി കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് കുറച്ച് തൈരോ ഒക്കെ ചേർക്കാവുന്നതുമാണ്. പിന്നെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് റിഫൈൻഡ് ഷുഗറിനേക്കായാലും അതിൻ്റെ കൂടെ ഇത്തിരി മൊളാസസ് അല്ലെങ്കിൽ ജാഗറിയും കൂടി കലർന്നിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് ബ്രൗൺ ഷുഗർ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഒരു പകുതി റിഫൈൻഡ് ഷുഗറും അതുപോലെ തന്നെ ശർക്കരയും കൂടി ചേർത്താൽ മതി. ശർക്കര മുഴുവനായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഫ്ലാക്സ് സീഡ് ഇതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമുള്ള ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള സീഡാണ്. അത് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പോലും വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കണം. തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം, കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3-4 മുട്ട ഉപയോഗിക്കാം. അത് എഗ്ഗും യോക്കും ആയിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 4 എഗ്ഗ് വൈറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 2 മുഴുവനായിട്ടുള്ള മുട്ട. അപ്പം എഗ്ഗ് വൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അവസാനം നമുക്ക് ചേർത്താൽ മതി. അപ്പം എഗ്ഗ് വൈറ്റ് മാത്രമാണെങ്കിൽ ബാക്കി എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ച് യോജിപ്പിക്കാം. എഗ്ഗ് വൈറ്റ് മാത്രമല്ല ഫുള്ളായി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതടക്കം ഒന്നിച്ച് ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്ക് തൈര് ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ച് മോര് ചേർക്കാം, അല്ലെങ്കിൽ പാല് ചേർക്കാം. ഇനിയും ഇത്തിരി ഒരു പുളി പോലെ വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വിനീഗർ വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് പൊങ്ങാൻ വെക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പാൻ കേക്കുകൾ ഉണ്ടാക്കി തിരിച്ചും മറിച്ചും ഇട്ടുണ്ടാക്കാം. അതിൻ്റെ കൂടെ തേനോ ശർക്കര പാനിയോ മേപ്പിൾ സിറപ്പോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ചട്നികളും ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. രുചിക്കൂട്ട്. നിർവഹണം ലീന.